സിപ്പി പള്ളിപ്പുറം എഴുതിയ അതിമോഹം ആപത്ത് എന്ന കഥയാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. കണ്ണഞ്ചിറയ്ക്കലെ ഉണ്ണൂലിക്കാക്ക വലിയ ആർത്തിക്കാരിയായിരുന്നു. എന്തു കിട്ടിയാലും എത്ര കിട്ടിയാലും പോരാ പോരാ എന്നതായിരുന്നു അവളുടെ വിചാരം. ഒരിക്കൽ ഒരു വേനൽക്കാലത്ത് ഉണ്ണൂലിക്കാക്ക 10 മുട്ടകളിട്ടു. കാക്കക്കൂടിനുള്ളിലെ പഞ്ഞിമെത്തയിൽ 10 ദിവസം കൊണ്ടാണ് അവൾ അത്രയും മുട്ടകളിട്ട് വച്ചത്. പക്ഷേ അത്രയും കൊണ്ട് അവൾക്ക് തൃപ്തി വന്നില്ല. ശിങ്കാരിത്തത്തയ്ക്ക് 3 മക്കളുണ്ട്. നീലിമക്കുരുവിക്ക് 10 മക്കളുണ്ട്. എന്തിനു പറയുന്നു, പൊന്തക്കാട്ടിൽ പാർക്കുന്ന ചക്കിക്കുണ കോഴിക്ക് പോലും 12 മക്കളുണ്ട്. അപ്പോൾ പിന്നെ തനിക്ക് വെറും 10 മക്കൾ പോരല്ലോ. എനിക്ക് ഏറ്റവും കൂടുതൽ മക്കളുടെ അമ്മയാകണം. അതിനെന്താ വഴി? ഉണ്ണൂലിക്കാക്ക ആലോചനയായി. 10 മുട്ടകൾ വിരിഞ്ഞാൽ 10 മക്കളല്ലേ ഉണ്ടാകൂ. പിന്നെ എന്തു ചെയ്യും? കൂടുതൽ മുട്ടകൾ എവിടെ നിന്ന് കിട്ടും? ഉണ്ണൂലിക്കാക്ക തക്കവും തരവും നോക്കി ഓരോ പശുക്കൂട്ടിലും കയറിയിറങ്ങാൻ തുടങ്ങി. അതിനിടയിലാണ് പൊന്തക്കാടിന്റെ നടുവിലുള്ള ഒരു പക്ഷിക്കൂട് അവളുടെ കണ്ണിൽപ്പെട്ടത്. ചന്തമുള്ള ആ കൂടിന്റെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഉണ്ണൂലിക്കാക്ക സന്തോഷം കൊണ്ട് മതിമറന്നു. കൂടിന്റെ നടുവിലായി കുറെ വെൺമുട്ടകൾ. അവിടെയാണെങ്കിൽ വേറെ ആരുമില്ല. നല്ല തക്കം. ഉണ്ണൂലിക്കാക്ക മുട്ടകൾ ഒന്നൊന്നായി കൊത്തിയെടുത്ത് തൻ്റെ കൂട്ടിൽ കൊണ്ടുപോയി വെച്ചു. അവിടെ നിന്ന് കിട്ടിയ 8 മുട്ടകൾ കൂടി കൂട്ടിവെച്ചപ്പോൾ അവരുടെ കൂട്ടിൽ 18 മുട്ടകളായി. ഹായ്, മുട്ട വിരിഞ്ഞു വരുമ്പോൾ താൻ 18 മക്കളുടെ അമ്മയാകും. ഇതിൽ പരം ഭാഗ്യം മറ്റാർക്കുണ്ട്? ഉണ്ണൂലിക്കാക്ക ഇരുന്ന ഇരിപ്പിൽ തുള്ളിച്ചാടി. പിറ്റേന്ന് മുതൽ അവൾ മുട്ടകൾക്ക് മീതെ അടയിരിക്കാൻ തുടങ്ങി. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ മുട്ട വിരിഞ്ഞ് 18 പശുക്കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. ഉണ്ണൂലിക്കാക്കയ്ക്ക് സന്തോഷമായി. കുഞ്ഞുങ്ങൾ പയ്യെ വളരാൻ തുടങ്ങി. അമ്മ അവർക്ക് പാറ്റകളെയും പഴുതാരകളെയും കൊണ്ടുവന്നു കൊടുത്തു. അല്പം വളർന്നപ്പോൾ 10 കുഞ്ഞുങ്ങൾക്കും കറുപ്പു തൂവലും 8 കുഞ്ഞുങ്ങൾക്ക് ചെമ്പൻ തൂവലും മുളച്ചു. 8 കുഞ്ഞുങ്ങൾ ഉണ്ണൂലിക്കാക്ക മോഷ്ടിച്ചു കൊണ്ടുവന്നവ. മുട്ട വിരിഞ്ഞ് പുറത്തു വന്നവരായിരുന്നു. അവർ കൊക്കുവിളർത്തി കാക്കക്കുഞ്ഞുങ്ങളെ കൊത്താനും ഞോണ്ടാനും തുടങ്ങി. അപ്പോഴാണ് അതെല്ലാം പ്രാപ്പിടിയൻ പരുന്തിന്റെ കുഞ്ഞുങ്ങളാണെന്ന് ഉണ്ണൂലിക്കാക്കയ്ക്ക് മനസ്സിലായത്. കഷ്ടമേ കഷ്ടം. കാര്യം മനസ്സിലായപ്പോൾ അവൾ പേടിച്ചു വിറച്ചു. പ്രാപ്പിടിയൻ കുഞ്ഞുങ്ങൾ ആദ്യം കാക്കക്കുഞ്ഞുങ്ങളെയും ഏറ്റവും ഒടുവിൽ അമ്മ കാക്കയെയും കൊന്നു തിന്ന് നൃത്തം വെച്ചു. നോക്കണേ അത്യാർത്തിയുടെ ഫലം.